എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ് ഈ ഒരു ജനറേഷൻ ഭയങ്കര ലോസ്റ്റ് ആയതുപോലെ. ഈ ഒരു ജനറേഷനെ പറ്റി പറയുകയാണെങ്കിൽ ആക്ച്വലി ജെൻസി ഈസ് ഫ്രെയിംഡ് ഡിഫറെൻ്റ്ലി. അവർ വേറെ ഒരു രീതിയിലാണ് ആളുകൾ കാണുന്നത് പോലും. സോ അതിലുള്ള ജെൻസിയിലുള്ള ആളുകൾക്ക് തോന്നിപ്പോകുന്നൊരു കാര്യമാണ് അവർ പെട്ടെന്ന് ഇങ്ങനെ ലോസ്റ്റ് ആയി പോയ പോലെ. സോ അത് എന്തുകൊണ്ടായിരിക്കും എന്നിങ്ങനെ റിസർച്ച് ചെയ്ത് വന്നപ്പോഴാണ് ഈ ഒരു ജനറേഷൻ ഒരു വലിയ പ്രശ്നമാണ് ഉള്ളത് എന്ന് മനസ്സിലായത്. സോ ലെറ്റ്സ് ഡൈവ് ഡീപ്പർ ആൻഡ് ഡീപ്പർ ഇൻ ടു ദാറ്റ്. ഇറ്റ്സ് മീ ദി ഷാക്സ് ജാർ ഫ്രം ഷാക്സ് ഡയറി. പറഞ്ഞു വരുമ്പോൾ എല്ലാ ജനറേഷൻസിനും ഓരോരോ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ പണ്ടത്തെ ജനറേഷൻസിൻ്റെ പ്രോബ്ലംസ് എന്ന് പറയുന്നത് വാറായിട്ടും സർവൈവലായിട്ടും പോവേർട്ടി അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ ഈ ഒരു ജനറേഷന് സംതിങ് ഡിഫറെൻറ്റ്, എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സോ അത് റിസർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ഒരു ആൻസർ കിട്ടിയത്. ഈ ഒരു ജനറേഷൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് മെയിൻലി ഇറെലവൻസ് ആണ്. സോ ആ ഒരു വേർഡ് എന്ന് പറയുന്നത് എത്രയോ നമ്മുടെ ജനറേഷൻസിലെ പ്രോബ്ലംസിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു വേർഡാണ്. അതിനുള്ള റീസൺ നമുക്കൊന്ന് നോക്കി നോക്കാം. നമുക്കെല്ലാം ഉണ്ട്, ഫാസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ്, അൺലിമിറ്റഡ് നോളജ്, എൻ്റർടൈൻമെൻറ്റ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇന്ന് ശരാശരി ഒരു മനുഷ്യർക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ തന്നെ സോഷ്യൽ മീഡിയ, ഗ്ലോബൽ കണക്ടിവിറ്റി എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ. എന്നിട്ടും ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യുന്നത്? ഇന്നത്തെ ആളുകൾ എന്തുകൊണ്ടാണ് ഇത്രയ്ക്കും എംപ്റ്റി ആവുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുമ്പോൾ. ഇറ്റ് ഈസ് ബിക്കോസ് ടു മെനി ചോയ്സസ്. യെസ് ഗൈസ്, ഒരുപാട് ചോയ്സുകൾ ഉള്ളത് തന്നെയാണ് ഇന്നത്തെ ജനറേഷൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്ന ആളുകൾക്ക് എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ആളുകൾ ഒരിക്കലും കഷ്ടപ്പെടാതെ കിട്ടിയ ഒരു കാര്യമാണ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. പണ്ടൊക്കെ ആളുകൾ അത്രയ്ക്കും കഷ്ടപ്പെട്ടിരുന്നൊരു കാര്യമാണ് ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റീസ്. പക്ഷെ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ആവശ്യത്തിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. യെസ് ഗൈസ്, നിങ്ങളുടെ ഫോണൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ വെറും ഒരു 10-15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും. എത്രത്തോളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ ഫോൺ കൊണ്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ജസ്റ്റ് വിത്തിൻ 10 or 20 minutes. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ആൻഡ് നിങ്ങൾ മൊബൈൽ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ആളുകളെ കാണാനായിട്ട് സാധിക്കും. ഓൺട്രപ്രണേഴ്സ്, ട്രെയിനിങ്, ഫിറ്റ്നസ് ട്രെയിനേഴ്സ്, മെഡിക്കൽ ഡോക്ടേഴ്സ്, അങ്ങനെ പറഞ്ഞ് തീരാത്തൊരു ലിസ്റ്റ് തന്നെയുണ്ട് ആളുകളുടെ ജോബ്സിനെ കുറിച്ചിട്ടാണെങ്കിൽ. സോ ഈ ആളുകളെയൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ തിങ്ക് ചെയ്യാൻ തുടങ്ങും, ലൈക്ക് വാട്ട് ആം ഐ സപ്പോസ് ടു ബിക്കം, ഞാൻ ആരാവണം എന്നുള്ളത്. നമ്മുടെ ജനറേഷൻ ഫെയിലിയറിലല്ല ആക്ച്വലി ഡ്രൗൺ ചെയ്യുന്നത്. ആർ ജനറേഷൻ ഈസ് ഡ്രൗണിങ് ഇൻ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളതാണ്. ആക്ച്വലി ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾക്ക് പേടിയാണ് എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളതിലാണ് അവരുടെ ഭയം. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയാസ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വഴി കാണുന്നുണ്ട് എന്നുള്ളത്. സോ ഏതാവണം എന്നുള്ളത് അവർ ചൂസ് ചെയ്യുകയാണെങ്കിൽ, ലൈക്ക് ഇപ്പോൾ അവർ ഇൻഫ്ലുവൻസർ ആവാൻ വേണ്ടി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ഭയം വരികയാണ്, വാട്ട് ഇഫ് ഐ ലൂസ്. ഡോക്ടർ ആവാൻ പോയി കഴിഞ്ഞാൽ വാട്ട് ഇഫ് ഐ ലൂസ്. സോ ഒരു ഓപ്ഷൻസും അവർക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ദർ ഫിയേർഡ്. അവരൊരു റോങ് ആയിട്ടുള്ള തീരുമാനമായിരിക്കുമോ എടുക്കുക, അല്ലെങ്കിൽ അവർ സക്സസ്ഫുൾ ആവില്ലേ, ആ ഒരു തീരുമാനം റോങ് ആവുമോ എന്നുള്ളതൊക്കെയാണ് അവർ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാനായിട്ട് ഭയപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, സോഷ്യൽ മീഡിയ ഹാസ് ഡിസ്ട്രോയിഡ് പീസ്. നമ്മുടെ ജനറേഷനിലുള്ള ആളുകൾ പ്രഷേർഡ് ആയിട്ട് തോന്നുന്നുണ്ട് ജസ്റ്റ് ബിക്കോസ് ദേ വോണ്ട് ടു ബി എക്സ്ട്രാ ഓർഡിനറി. ആളുകൾക്ക് സന്തോഷിക്കാനൊന്നുമല്ല, ജസ്റ്റ് ബിക്കോസ് ദേ വോണ്ട് ടു ബി എക്സ്ട്രാ ഓർഡിനറി. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ആളുകൾക്ക് വേണ്ടത് ഒരു സക്സസ്ഫുൾ ലിവിങ് ആണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാമബിൾ ലിവിങ് ആണ്. സോ അവർ അപ്പോൾ നോർമലി ഉള്ള ഒരു മിഡിൽ ക്ലാസ് ജീവിതത്തെ അല്ലെങ്കിൽ ഒരു നോർമൽ ലൈഫിനെ അവർ അത്രയ്ക്കും തരം താഴ്ത്തി കാണുകയാണ്. ലൈക്ക് ദേ ആർ സീയിങ് ഇറ്റ് ആസ് എ വെരി ബാഡ് തിങ്. ഇൻ ദ മെയിൻ പാർട്ട് ഓഫ് ദ വീഡിയോ, ദ ലോൺലിനെസ് ക്രൈസിസ്. നമ്മുടെ ജനറേഷനിലുള്ള ആളുകൾ ലോൺലിനെസ് എന്ന് പറയുന്ന ഒരു ക്രൈസിസിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത്രയ്ക്കും ലോൺലിനെസ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ ജനറേഷനിൽ തന്നെ എങ്ങനെ വന്നുവിട്ടു എന്നുള്ളതാണ് ആലോചിക്കുന്നത്. കാരണം ആ ജനറേഷൻ ഈസ് ദ മോസ്റ്റ് ഗ്ലോബലി കണക്റ്റഡ്, അല്ലെങ്കിൽ കുറച്ചുകൂടി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ജനറേഷനാണ് നമ്മുടെ ജനറേഷൻ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയാസ്, ആരുമായിട്ടും എപ്പോൾ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 2 or 3 ക്ലിക്സിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ബട്ട് സ്റ്റിൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇപ്പോഴും ആളുകൾ ലോൺലിനെസ് അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ആളുകൾക്ക് ഫോളോവേഴ്സ്, ഗ്രൂപ്പ് ചാറ്റ്സ് എല്ലാം ഉണ്ട്. ബേസിക്കലി ഇപ്പോഴത്തെ ആളുകൾ മീംസിലൂടെയാണ് പോലും അവരുടെ ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്ത് വെക്കുന്നത്. ഇനി ദ മെയിൻ തിങ്, ദ ഫിയർ ഓഫ് ഫെയിലിംഗ്. ഭയം തോന്നുന്നത് മറ്റൊന്നിനോടുമല്ല, അവർ തോൽക്കുമോ എന്നുള്ളൊരു പേടിയാണ്. ലൈക്ക് അവർ ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ കാണുന്നത് ഓൺലി സക്സസ് സ്റ്റോറീസ്. ആരുടെയെങ്കിലും ഒരാളുടെ ഒരു തോറ്റ കഥയുണ്ടോ അതിൽ? നോ.
ദേ ഓൺലി സീക്ക് സക്സസ്ഫുൾ ലൈഫ്സ്. കാരണം അവരുടെ നല്ല ഭാഗങ്ങൾ മാത്രമാണ് അവർ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടുന്നുള്ളൂ. സി, ചില അക്കൗണ്ടുകളിൽ പോസ്റ്റുകളില്ല, സ്റ്റോറീസ് ഇല്ല. കാരണം അവരുടെ ലൈഫിൽ ആളുകൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലൈഫിലൂടെ ആയിരിക്കില്ല മേ ബി അവർ കടന്നു പോകുന്നത്. ദാറ്റ് ഫേസ് ഓഫ് ലൈഫ്, ആ ഒരു ഫേസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് അത്രയ്ക്കും തോറ്റു കഴിഞ്ഞാൽ അവർ വേറെ എന്തൊക്കെയോ ആയി പോകുന്നൊരു ഫീലാണ് ബേസിക്കലി ജനറേഷനിലുള്ളത് എന്നുള്ളതാണ്. ഐ ഡോണ്ട് തിങ്ക് ആക്ച്വലി ദിസ് ജനറേഷൻ ഈസ് വെരി വീക്ക്. ഈ ഒരു ജനറേഷൻ അത്രയും വീക്കൊന്നുമല്ല, പക്ഷെ ഈ ഒരു ജനറേഷനിൽ ഒരു പ്രശ്നമുണ്ട്, ദേ ആർ ഓവർവെൽംഡ് എന്നുള്ളതാണ്. ഈ ഒബ്സസ്ഡ് വേൾഡിൽ പീസ് എന്ന് പറയുന്ന സംഭവം പതിയെ പതിയെ റെയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള രീതിയിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. വാട്ട് ഹാസ് ബീൻ ടു മൈ ലൈഫ്? ഇത്രയും കാലം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണോ സംഭവിച്ചത്, ഐ ഡോണ്ട് വാണ്ട് ദം ടു ഹാപ്പൻ അഗൈൻ. ഞാൻ എന്ന് പറയുന്ന ആളിനി ഐ ഗോണ വർക്ക് ഔട്ട്, ഞാനത് വർക്ക്ഔട്ട് ചെയ്യാൻ പോവാണ്. ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. നിങ്ങൾ ഈ ഒരു കാര്യം വർക്ക്ഔട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ എത്രത്തോളം നിങ്ങളുടെ ലൈഫ് സക്സസ്ഫുൾ ആവും എന്നുള്ളത്. സോ ഇറ്റ്സ് ടൈം ഫോർ യു ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.